എല്ലാവർക്കും ശുഭസായാഹ്നം നേരുന്നു. SPYSS ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി രജിസ്റ്റേർഡ് തുംകൂർ NYC മലയാളം ഓൺലൈൻ യോഗ എന്നും സംസ്കാരം സംഘടനാ സേവ എന്ന ആദർശത്തിൽ അടിയുറച്ച് നടത്തുന്ന പല നമ്മുടെ സാംസ്കാരിക പരിപാടികളും നടക്കാറുണ്ട്. അങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലും ഭഗവത്ഗീത അധ്യയനം വളരെ ചിട്ടയോടുകൂടി നടത്തി വരുന്നു. ഇന്ന് ഗീതയുടെ 17ാമത്തെ അധ്യായം, അതായത് ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന അധ്യയനം തുടങ്ങുകയാണ്. ഇതിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, താമസിക, രാജസിക, അതുപോലെ സാത്വിക 3 ഗുണങ്ങൾ എങ്ങനെ നമ്മൾ നേടിയെടുക്കണമെന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് ഈ താമസിക രാജസിക ഗുണങ്ങളിൽ നിന്നും സാത്വിക ഗുണത്തിലേക്ക് വരണമെന്നും അർജുന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരാൻ ഉള്ള മാറ്റങ്ങൾ അറിയിക്കുന്ന ഈ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൽ ഇന്ന് ധ്യാന ശ്ലോകം ചെല്ലുന്നത് വിമല അക്കയാണ്. അതുപോലെ ഇത് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് രമ അക്കയാണ്. ചാൻഡിങ് ഗൈഡൻസിന് ഇവിടെ വന്നിട്ടുള്ളത് ജയശ്രീ കെ അക്കയാണ്. അതുപോലെ ഇന്ന് ശ്ലോകം 1, 2, 3 ആണ് ഇന്ന് ചൊല്ലുന്നത്. അതിന്റെ റെപ്പിറ്റേഷൻ ചാൻഡിങ്ങിന് വേണ്ടിയിട്ട് സരസ്വതി ആറക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ഗംഗ ആറക്കയാണ്. ബാക്കപ്പ് ആയിട്ട് നമുക്ക് ചാൻഡിങ്ങിന് രാജമാക്ക, അതുപോലെ എക്സ്പ്ലനേഷന് രമാക്ക നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ചാപ്റ്റർ 7 ശ്രദ്ധാത്രയ വിഭാഗ യോഗം ധ്യാന ശ്ലോകം ചെയ്യുന്നതിന് വേണ്ടി വിമലക്കെ ക്ഷണിക്കുന്നു. ഹരിയോ ഹരിയോ അണ്ണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം ശ്രീ സരസ്വതിയേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദനഃ പാർത്ഥോ വത്സാ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതട ജയദ്രഥ ജല ഗാന്ധാര നീലോപരം ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുരാം. അശ്വത്ഥാമാ വികർണഘോരമഹരാ ദുര്യോധനാവർത്തനീ സോത്തീർണ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മവരുണേന്ദ്രരുദ്രമരുതഃ പുനന്തി ദിവ്യൈസ്തവൈ
വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദോ സുരാസുരഗണ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. ധ്യാന ശ്ലോകം നന്നായി ചൊല്ലിയ വിമല അക്കക്ക് നന്ദി അറിയിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ഇന്ന് ചെയ്യേണ്ടിയിരുന്നത് ഇ വി നാരായണൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ അണ്ണന് വരാൻ പറ്റിയില്ല. അത് രമ അക്ക നിർവഹിക്കുന്നതായിരിക്കും. രമ അക്ക, സ്വാഗതം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ പരമാത്മനേ നമഃ. ഭഗവദ്ഗീത സപ്തദശോധ്യായഃ. ശ്രദ്ധാത്രയ വിഭാഗയോഗഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഭഗവത്ഗീത തുടങ്ങിയിട്ട് ഇന്ന് 153-ാമത്തെ ദിവസമാണ്. ഇത്രയും നാള് നമ്മള് ഭഗവാന്റെയും അർജുനന്റെയും കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 16 അധ്യായങ്ങൾ പിന്നിട്ട് അതാ നമ്മള് 17-ാമത്തെ അധ്യായത്തില് ഇന്ന് ആരംഭിക്കാൻ പോവാണ്. അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഒരധ്യായം കൂടെ ഉള്ളൂ. അതോർക്കുമ്പോ ഒരു സങ്കടമുണ്ട്. എന്നും നമ്മൾ ഭഗവാനോടൊപ്പം സഞ്ചരിച്ചിട്ട് അത് തീരാന്ന് പറയുമ്പോ ഒരു വിഷമൊക്കെ നമുക്കുണ്ടാകും. അപ്പൊ ഇവിടെ ശ്രദ്ധാത്രയ വിഭാഗയോഗ എന്നാണ് 17-ാമത്തെ അധ്യായത്തിന് ഭഗവാൻ നാമധേയം കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്കറിയാം, ഒരു വിശ്വാസം, ഒരു ഉറച്ച വിശ്വാസം. കുട്ടികളോട് നമ്മൾ പറയാറുണ്ട് പഠിപ്പിലൊക്കെ നല്ല ശ്രദ്ധ വേണം. എന്താ അത്? വിശ്വസിച്ചുകൊണ്ട് ആ കർമ്മത്തെ അനുഷ്ഠിക്കുക എന്നത് തന്നെ. അപ്പൊ ശ്രദ്ധയില് 3 തരം ഉണ്ട് എന്നാണ് അവിടെ വീണ്ടും വന്നിരിക്കുന്നു. ശ്രദ്ധാത്രയ വിഭാഗം 3 തരം ഉണ്ട്. എന്താണ് അത്? സത്വരജസ്തമോ ഗുണങ്ങള്. നമ്മളിത് നേരത്തെയും ഒരുപാട് ഭഗവാൻ നമുക്കല്ല അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തന്നതാണ്. എന്നാലും വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു. അതെന്താന്ന് വെച്ചാല് എല്ലാം ആവർത്തിക്കുമ്പോൾ മാത്രമേ അത് നമ്മളില് അത് മനനം ചെയ്യുമ്പോഴാണ് അത് പ്രവർത്തിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഭഗവാൻ ആ 3 തരത്തിലുള്ള ശ്രദ്ധ, സത്വരജസ് തമോ ഗുണ ഭേദത്തോടെ, അല്ലെങ്കിൽ സത്വഗുണത്തിലുള്ള ശ്രദ്ധ, അതുപോലെ തമോ ഗുണത്തിലുള്ള ശ്രദ്ധ, രജ ഗുണത്തിലുള്ള ശ്രദ്ധ എന്നിങ്ങനെ ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ് അതിനെ വിഭാഗ യോഗ, ശ്രദ്ധാത്രയ വിഭാഗ യോഗ എന്ന് നാമധേയം കൊടുത്തത്. അപ്പൊ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ്, ഒരു ചോദ്യമാണ് ഇവിടെ. എന്താണ് ഇവിടെ? ഇപ്പൊ നമുക്കറിയാം, ശാസ്ത്ര നിയമങ്ങളെ മനസ്സിലാക്കി ഭഗവാനിലെത്താം എന്നൊക്കെ ഭഗവാൻ നേരത്തെ നമ്മളെ സ്മരിപ്പിച്ചിരുന്നു, പറഞ്ഞിരുന്നു. എല്ലാവർക്കും അത് സാധ്യമാകുമെന്ന് ചോദിച്ചാൽ അതൊരു വിഷമമാണ്. അപ്പോ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ എന്താണ്, നമ്മൾ ഈശ്വര വിശ്വാസം, ഭക്തി എല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ഭഗവാനെ ആരാധിച്ച് ജീവിച്ച് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നമ്മുടേത്. അപ്പൊ അവിടെ അർജുനൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ജീവിക്കുന്നവർക്ക്, ഇങ്ങനെ വിശ്വാസവും ഭക്തിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനിലെത്താൻ സാധിക്കുമോ? അവരുടെ സ്ഥിതി എന്താണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുകയാണ് അർജുനൻ, നമുക്ക് വേണ്ടി തന്നെ. അപ്പൊ അത് മാത്രം മതിയോ ഭഗവാനിലെത്താൻ എന്നുള്ള ഒരു ശങ്ക അവിടെ വരികയാണ്. അപ്പൊ ഈ ഒരു അധ്യായത്തില് 28 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്താണെന്നാ പറയുന്ന? ആദ്യത്തെ ശ്ലോകാണ്, യേ ശാസ്ത്രവിധി മുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠാതുക കൃഷ്ണ സത്വമാഹോരജസ്തമഃ. അർജുനൻ ചോദിക്കുകയാണ് അവിടെ, അല്ലയോ കൃഷ്ണ, ഈ ശാസ്ത്രവിധികളെയൊക്കെ പരിഗണിക്കാതെ ശ്രദ്ധ, ആ ചിന്താഗതികളിൽ ഉറച്ച വിശ്വാസത്തോടെ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നു, പൂജാവിധികൾ ചെയ്യുന്നു, നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ ഒരു ആത്മാർത്ഥമായ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അത് നമുക്ക് എത്താൻ സാധിക്കുമോ? സത്വരജസ്തമോ ഗുണം
അങ്ങനെ എത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഭഗവാനോട് ഉന്നയിക്കുകയാണ്. അപ്പൊ അതാണ് അതിനുള്ള ഓരോ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ആ കാര്യങ്ങള് വെളിപ്പെടുത്തി തരാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഒറ്റയടിക്ക് ഇതൊന്നും പറയാതെ എന്താണ് 3 തരത്തിലുള്ള ശ്രദ്ധയാണ് ആദ്യം വിസ്തരിക്കുന്നത്. കറക്റ്റായിട്ട് ആ ആൻസർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താ പിന്നെ നമുക്ക് ഇതൊന്നും പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് ഓരോ രീതിയില് ഓരോന്നിനെയും വിസ്തരിച്ചു കൊണ്ടാണ് ഭഗവാൻ ഈ ഒരു അധ്യായം 28 ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സാത്വികീ ഭാവം, രജോ ഗുണം, തമോ ഗുണം അനുസരിച്ച് 3 വിധത്തിലുള്ള ഗുണങ്ങളാണ് എന്ന് നമുക്ക് നേരത്തെ അറിയാം അല്ലെ. അതൊക്കെ അനുസരിച്ച് നമ്മൾ എന്താണ് ശ്രദ്ധ നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുണം നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു അല്ലെ. ഈ പ്രകൃതിയിൽ നിന്ന് സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു ശ്രദ്ധ ഇങ്ങനെ നമുക്ക് മാറി വരും. ഓരോരുത്തരുടെയും സ്വഭാവം നോക്കൂ. ഈ പ്രകൃതിക്ക് അനുസരിച്ച് ആ സൃഷ്ടികർത്താവിന്റെ ആ രൂപത്തിനനുസരിച്ചാണ് നമ്മുടെ ഓരോ സ്വഭാവങ്ങളും. അതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, ഒരു അച്ഛനമ്മയുടെ മക്കളെ തന്നെ പലതരത്തിലാണ്. എന്താണ് ആ പ്രകൃതിയുടെ ആ ഒരു ഇത് തന്നെയാണ്, ബലം അനുസരിച്ചാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ ശ്രദ്ധയുമൊക്കെ മാറി മാറി വരും. ഇപ്പൊ കുട്ടികൾ പഠിക്കായാലും എല്ലാവരും ഒരുപോലെയല്ല. നല്ല കുട്ടികൾ പഠിച്ചാൽ അവർക്ക് നല്ല മാർക്കൊന്നും കിട്ടുന്നില്ല. അവരുടെ ആ ഒരു ഗുണവിശേഷത്തിന്റെ ഒരു സ്ഥിതിയാണ് അതിന് കാരണം. അപ്പൊ സകലർക്കും എന്താണ് ഓരോ കാര്യത്തിലുള്ള വിശ്വാസം അവർക്ക് അത് അനുഭവിച്ചറിഞ്ഞ രീതിയിലായിരിക്കും അവരത് ചെയ്യുക. ഇപ്പൊ ഏത് രീതിയിൽ വിശ്വസിക്കാൻ തോന്നുന്നു അത് സത്യമായി നമ്മൾ നിലനിർത്തുന്നു അല്ലെ. പലരും അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരൊക്കെ എന്താ പറഞ്ഞാലും സ്വന്തം തീരുമാനത്തിൽ നിന്ന് മാറില്ല. അവർക്കത് ശരിയാണ്, എന്താണോ താൻ തീരുമാനിച്ചത് അത് പൂർണ്ണമായും ശരിയാണ് എന്നുള്ള വിശ്വാസത്തിൽ അവര് ഉറച്ചു നിന്നുകൊണ്ട് ആ ഒരു സ്വഭാവത്തെ മാറ്റാനോ ശ്രദ്ധ തിരിക്കാനോ അവരൊരിക്കലും തയ്യാറാകുന്നില്ല. പലരും അതുകൊണ്ട് തന്നെയാണ് മാറാതിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോരുത്തരും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളിപ്പോ എപ്പോഴും നമ്മളുടെ ചിന്ത നാളെ എന്താകും, ഇന്നലെ എന്തായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഈശ്വര സാന്നിധ്യം കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുക? ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നല്ലത് വരുമോ? ചിലപ്പോഴൊന്നും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. എപ്പോഴും ഒരു ദുഃഖ സമയത്ത് വിളിക്കുമ്പോ ഭഗവാൻ കൂടെ ഇല്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ മാനസികമായി പലതും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈശ്വരന്റെ അഭാവം, ആ പ്രകൃത്യാലുള്ള സ്വഭാവത്തിൽ നിന്ന് ഒരു വിശ്വാസം ഉടലെടുക്കും. ഇപ്പൊ ചിലവർക്ക് ഈശ്വര വിശ്വാസം അത് കുഞ്ഞുനാളിലേ തുടങ്ങും. അപ്പൊ അവരുടെ ആ സ്വഭാവം തന്നെ മാറി വരും. ഇനി ചിലർക്കാണെങ്കിലോ അവരുടെ സ്വഭാവം ആ ഈശ്വരനിൽ വിശ്വാസമില്ലാതെ കണ്ട് ഉള്ളതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഒരു സ്വഭാവമായിരിക്കും അവരുടേത്. അങ്ങനെ ജീവാത്മാവാകുന്ന പുരുഷനെ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുവഴി നമുക്ക് ഒരു വിചാരങ്ങളും അതുപോലെ ചിന്താഗതികളും നല്ലതായി തീർക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ ഇനിയും പല പല ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. നമ്മുടെ ജീവാത്മാവ് പ്രകൃതിയുമായി ചേർന്ന് ആ പ്രകൃതിയാലുള്ള സ്വഭാവത്തിന് മാത്രമാണ് നമ്മുടെ ജീവാത്മാവുമായി ചേർന്ന് നമ്മളുടെ സ്വഭാവം രൂപീകരണത്തിന് സാധിക്കുന്നത്. അത് പലതരത്തിലുള്ളതാണ് പലരിലും. അപ്പൊ ഈശ്വര വിശ്വാസി അതേ രീതിയിൽ ചിന്തിക്കുന്നു. അല്ലാത്തവനോ ആ ഈശ്വരനെ അല്ലാത്ത വിധത്തിൽ മറ്റു രീതിയിൽ ചിന്തിക്കുന്നു. അതാണ് നമുക്കിവിടെ പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ യോഗികളായിത്തീരാൻ ചിലർക്കൊക്കെ സാധിക്കുന്നു. ഈശ്വര വിശ്വാസത്തിലൂടെ നന്മ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എന്നാൽ പലരും ഇതെല്ലാം എത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചാലും അവർക്ക് മാറാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ആ ഈശ്വര വിശ്വാസമൊന്നുമില്ല. അത് ദുഃഖം വരുന്നു, അത് പോകുന്നു എന്നുള്ള
ഒരു രീതിയിൽ അവരെ നന്മ ചെയ്യാനോ ആ നന്മ ഇല്ലാത്തത് കൊണ്ടാണ് ആ ദുഃഖം വന്നു ചേരുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും അവർക്കില്ല. അപ്പൊ ശ്രദ്ധയുടെ 3 രൂപങ്ങളെ പറ്റി ഈ 28 ശ്ലോകത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കട്ടെ, നല്ല പോലെ എല്ലാവർക്കും അറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇത് നിർത്തുകയാണ്. ഇനി നമുക്ക് പാരായണം തുടങ്ങാം. ഹരിയോം ഹരിയോം. ഹരിയോം. വളരെ നന്നായി. ചാപ്റ്റർ 7 ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്താണ് എന്നുള്ള സത്ത നമുക്ക് മനസ്സിലാക്കി തന്ന, ഇൻട്രൊഡക്ഷനിലൂടെ മനസ്സിലാക്കി തന്ന രമാക്കക്ക് നന്ദി. ഇനി അടുത്തത് ചാൻഡിങ് ആണ്. ചാൻഡിങ് ഗൈഡൻസ് ജയശ്രീ കെ അക്ക, അതുപോലെ റെപ്പിറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് സരസ്വതി ആറൊക്കെയാണ്. രണ്ടുപേരെയും സാദരം ക്ഷണിക്കുന്നു. ഹരിയോം. ഹരിയോം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ സപ്തദശോऽധ്യായഃ ശ്രദ്ധാത്രയ വിഭാഗയോഗഃ. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതഃ. യജന്തെ ശ്രദ്ധയാന്വിതാഃ. തേഷാം നിഷ്ഠാ ദുഃഖാ കൃഷ്ണ. തേഷാം നിഷ്ഠാ തുകാ കൃഷ്ണ. സത്വമാഹോ രജസ്തമഃ. സത്വമാഹോ രജസ്തമഃ. യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാഃ. യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാഃ. തേഷാം നിഷ്ഠാ ദുഃഖാ കൃഷ്ണ. സത്വമാഹോ രജസ്തമഃ. തേഷാം നിഷ്ഠാ തുകാ കൃഷ്ണ. സത്വമാഹോ രജസ്തമഃ. യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതഃ. തേഷാം നിഷ്ഠാ ദുഃഖാ കൃഷ്ണ. സത്വമാഹോ രജസ്തമഃ. യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാഃ. തേഷാം നിഷ്ഠാ തുകാ കൃഷ്ണ. സത്വമാഹോ രജസ്തമഃ. ശ്രീഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ. ശ്രീഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ. ദേഹിനാം സാ സ്വഭാവജാ. ദേഹിനാം സാ സ്വഭാവജാ. സാത്വികീ രാജസീ ചൈവ. സാത്വികീ രാജസീ ചൈവ. താമസീ ചേതി താം ശൃണു. താമസീ ചേതി താം ശൃണു. ത്രിവിധാ ഭവതി ശ്രദ്ധാ. ദേഹിനാം സാ സ്വഭാവജാ. ത്രിവിധാ ഭവതി സാ സ്വഭാവജാ. സാത്വികീ രാജസീ ചൈവ. താമസീ ചേതി താം ശൃണു. സാത്വികീ രാജസീ ചൈവ. താമസീ ചേതി താം ശൃണു. ത്രിവിധാ ഭവതി ശ്രദ്ധാ. ദേഹിനാം സാ സ്വഭാവജാ.
सात्विकी राजसी चैव तामसी चेदि तां शृणु। त्रिविधा भवति श्रद्धा देहिनां सा स्वभावजा सात्विकी राजसी चैव तामसी चेति तां शृणु। श्लोकं 3 सत्त्वानुरूपा सर्वस्य सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत। श्रद्धा भवति भारत। श्रद्धामयोऽयं पुरुषः श्रद्धामयोऽयं पुरुषः यो यच्छ्रद्धः स एव स। यो यच्छ्रद्धः स एव सः। सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत। सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत। श्रद्धामयोऽयं पुरुषः यो यच्छ्रद्धः स एव स। श्रद्धामयोऽयं पुरुषः यो यच्छ्रद्धः स एव सः। सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत। श्रद्धामयोऽयं पुरुषः यो यच्छ्रद्धः स एव स। सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत। श्रद्धामयोऽयं पुरुषः यो यच्छ्रद्धः स एव सः। ഹരി ഓം. ജയശ്രീ കേക്കയുടെ ചാൻഡിങ് ഗൈഡൻസിൽ സരസ്വതി ആറക്ക ആദ്യത്തെ 3 ശ്ലോകം റെപ്പിറ്റേഷൻ നടത്തി. വളരെ നന്ദി. അടുത്തതായി ഈ 3 ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ നടത്തുന്നത് ഗംഗാറക്ക. ഹരി ഓം അക്ക. ഹരി ഓം. ഹരി ഓം. നമ്മള് ഭഗവത്ഗീത അവസാന അധ്യായത്തിലേക്ക് എത്താൻ പോവുകയാണ്. 17 ഇനി ഒരു അധ്യായം കൂടിയേ ഉള്ളൂ. 18-ാം അധ്യായത്തോടെ ഗീത കഴിയും. അപ്പൊ 17-ാം അധ്യായത്തില് ഭഗവാൻ ശ്രദ്ധാത്രയ വിഭാഗ യോഗം, ഈ ഒരു അധ്യായത്തില് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നല്ല ദൃഢമായ വിശ്വാസം. അപ്പൊ എന്തിലാ വിശ്വസിക്കണ്ടേ? നമുക്ക് എന്തിലാണ് വിശ്വാസം വേണ്ടത്? ഗുരുവാക്യങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള ശ്രദ്ധ. അപ്പൊ എല്ലാവരുടെയും ഫോക്കസ് നല്ലതിലേക്കായിരിക്കണം. അതായത് സച്ചിന്തകളും സത്പ്രമാണങ്ങളും സത്യമായ ശാസ്ത്രവും വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഭഗവാൻ ഈ ഒരു ഗുണത്രയ വിഭാഗ യോഗത്തിലൂടെ പറയാം. അപ്പൊ ശ്രദ്ധ 3 തരത്തിലാണ് ശ്രദ്ധ ഉണ്ടാവുക. എങ്ങനെ ഉണ്ടാവുക? നമ്മളുടെ ഗുണങ്ങൾക്കനുസരിച്ച് സത്വരജ തമോ ഗുണം 3 തരം ഗുണങ്ങള് ഓരോരുത്തരിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ഗുണത്തിനനുസരിച്ച് നമ്മളുടെ പ്രവൃത്തികള് ഇവിടെ കാണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പറയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നു. ഓരോ പ്രവൃത്തിയും നമ്മുടെ ഗുണത്തിന്, നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ സ്വഭാവത്തിനനുസരിക്കും. സത്വഗുണമാണോ തമോ ഗുണമാണോ, എന്തിനാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രവൃത്തികൾ ഉണ്ടാവുക. അപ്പോ അതാണ് ഈ ശ്രദ്ധാത്രയ വിഭാഗം. നമ്മുടെ ജന്മം സുകൃതമാകണമെങ്കിൽ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം, അതായത് ആകെ നമ്മൾ എന്തിനാ ജീവിക്കണേ? വെറുതെ ഊണ് കഴിക്കാനും ഉറങ്ങാനും സംസാരിക്കാനും അതിനാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളുടെ അവസാന ലക്ഷ്യം ഭഗവാനിലെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനിലെത്തിയാൽ മാത്രമേ നമുക്കിനി ഒരു ജന്മം ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. അതായത് വീണ്ടും ജനിച്ചും വീണ്ടും മരിച്ചും വീണ്ടും ജനിച്ചും ആ ഒരു ജനന മരണ ച്യുതികളിൽ നിന്ന് നമുക്ക് മോചനം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനിലെത്തണം, മോക്ഷം കിട്ടണം. ഭഗവാനിലെത്തിയാൽ പിന്നെ നമുക്ക് ജനന മരണങ്ങളില്ല. അപ്പൊ ആ ജന്മം അങ്ങനെ സുകൃതമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ ഭഗവാൻ പറയണത്? ശാസ്ത്രത്തെ അംഗീകരിക്കണം.
ഇപ്പോഴുള്ള ആൾക്കാർക്ക് എന്താ സ്വഭാവം എന്നറിയോ? ശാസ്ത്രത്തെ അംഗീകരിക്കില്ല അവര്. അതിനെ നിഷേധിക്കുക മാത്രല്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. ചില ശാസ്ത്ര സത്യങ്ങളൊക്കെ അതങ്ങനെയാണ്. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും അതിനെ പുച്ഛിച്ചും പരിഹസിച്ചിട്ടും ഒന്നും കാര്യമില്ല. എന്താ വെച്ചാൽ അതങ്ങനെയാണ്, അതാണ് സത്യം. അത് ഭഗവാന്റെ അടുത്തുനിന്ന് വന്നതാണ്, അതാണ് സത്യം, അതിനെ നിലനിൽപ്പുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കുറച്ച് ആൾക്കാർക്കുണ്ട്. പക്ഷെ കുറച്ചാൾക്കാർക്ക് അങ്ങനത്തെ ബുദ്ധി ഇല്ല. അപ്പം നമ്മൾ ഭഗവാനെ സ്മരിച്ചും ജപിച്ചും ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ഒരു ചോദ്യത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പൊ അതിന് ഭഗവാനാണെങ്കിലോ ഡയറക്റ്റ് ഉത്തരം കൊടുക്കണില്ല. എന്നിട്ട് ഭഗവാൻ ശ്രദ്ധ 3 തരത്തില് എന്നൊക്കെ പറഞ്ഞിട്ട് സാത്വികമായ വഴിയിലൂടെ ശാസ്ത്രജ്ഞാനം കൈവരുള്ളൂ എന്ന് അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ശ്ലോകം അർജുന ഉവാച യേ ശാസ്ത്രവിധിമുസൃജ്യ യജന്തേ ശ്രദ്ധയാൻവിതാ തേഷാം നിഷ്ഠാതുക കൃഷ്ണ സത്വമാഹോ രജസ്തമഃ. ഹേ കൃഷ്ണ, എന്താ പറയണത്? യേ ആരൊക്കെയാണോ, യേ ശാസ്ത്രവിധിമുസൃജ്യ, യേ ആരൊക്കെയാണോ ശാസ്ത്രവിധമുസൃജ്യ ശാസ്ത്ര നിയമങ്ങളെ പരിഗണിക്കാതെ മുസൃജ്യ, ഒന്നുകില് അവർക്ക് അറിയുണ്ടാവില്ല എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് നല്ല വഴിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ശാസ്ത്രവിധി രജന്തേ ശ്രദ്ധയാൻവിത. അപ്പോ ഇവിടെയാണ് ശ്രദ്ധ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ വിശ്വാസം, ഓരോരുത്തർക്കും വിശ്വാസം ഉണ്ടാവും അല്ലെ. ചിലരുടെ വിശ്വാസം എന്താ വെച്ചാല് ദിവസം രാവിലെ എണീറ്റു, കുളിച്ചു, അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഭഗവാനെ അമ്പലത്തിൽ പോയി, ഭഗവാനെ ഭജിച്ചു, തിരിച്ചു വന്നു, പിന്നെയും രാമായണം വായിച്ചു, എന്താ പറയാ വിഷ്ണു സഹസ്രനാമം വായിച്ചു, ഞാൻ ഇന്ന ദിവസം ഇന്നതൊക്കെ ചെയ്യണം എന്നൊരു ചിട്ട. അവരുടെ രീതി അതാണ്. ആ രീതി പോയാൽ മാത്രമേ എനിക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നതാണ് അവരുടെ വിശ്വാസം. അപ്പൊ അവരവരുടെ ചിന്താഗതി എന്താണോ നമ്മുടെ ചിന്ത, അതില് ഉറച്ച വിശ്വാസത്തോടുകൂടി യജന്തേ, അവരും യാഗാദി കർമ്മങ്ങളും സ്വധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെ അനുഷ്ഠിക്കുന്ന തേഷാം, അവരുടെ നിഷ്ഠ, അതായത് സത്യമായ നിഷ്ഠ, നിഷ്ഠാതുക എന്നാണ് പറഞ്ഞത്. എന്താണ് അവരുടെ സത്യനിഷ്ഠയിൽ എന്താണ് ഭഗവാന്റെ വിലയിരുത്തല്? അത് കൃഷ്ണ സത്വമാഹോ രജസ്തമ, അത് സത്വഗുണമാണോ അതോ രജോ ഗുണമാണോ തമോ ഗുണമാണോ? ഏത് കൂടി ഏത് ചെയ്താലാണ്, എങ്ങനെ പോയാലാണ് ഭഗവാനെ ഉത്കൃഷ്ടമായ ആ ഭഗവാന്റെ പാദം അതിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ? എങ്ങനെ പോണം ഞങ്ങൾക്ക് വഴി അറിയണില്ല എന്ന് അർജുനൻ പറയുന്നതിന്, അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഭഗവാനും അതെ നേരെ ഉത്തരം കൊടുക്കണില്ല. അതിന് ശ്രദ്ധ, എന്താ പറയാ, സത്വരജ തമോ ഗുണങ്ങളെയൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ വിവരിക്കാൻ പോവാണ് ഭഗവാൻ. ഭഗവാന്റെ ഉത്തരത്തിൽ കൂടി ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വളരെയധികം വിശദീകരിച്ചിട്ടാണ് അർജുനന് ഉത്തരം കൊടുക്കണത് കേട്ടോ. ശ്രീ ഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു. സാത്വികി എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനമായ, രാജസി രജോ ഗുണപ്രധാനമായ, താമസി തമോ ഗുണപ്രധാനമായ. അപ്പൊ ജീവന്മാര് രജോ ഗുണമുള്ളവരുണ്ട്, തമോ ഗുണമുള്ളവരുണ്ട്, സത്വഗുണമുള്ളവരുണ്ട്. സ്വഭാവജ, അതായത് അവനവന്റെ പ്രകൃത്യാലുള്ള സ്വഭാവം. ചിലവരെ കണ്ടിട്ടില്ലേ, വളരെ സാത്വികനായിരിക്കും, നമുക്ക് അവരുടെ അടുത്ത് മിണ്ടിയാൽ തന്നെ ഭയങ്കര ഒരു കാംനെസ്, ഒരു സന്തോഷം, ഒരു പോസിറ്റിവിറ്റി, ഭയങ്കര ഒരു കാംനെസ് അല്ലെ. ചില ആൾക്കാരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി സംസാരിക്കായിരുന്നു അവരുടെ അടുത്ത്, അവരുമായിട്ട് കുറച്ചും കൂടി ഇടപഴകായിരുന്നു എന്ന് തോന്നും.
പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പോവാനേ ഇഷ്ടമല്ല അല്ലെ, അയ്യോ അവിടെ പോണ്ടാട്ടോ എന്ന് തോന്നും അല്ലെ. അപ്പൊ സ്വഭാവം അതായത് അവനവന്റെ പ്രകൃത്യാലുള്ള സ്വഭാവം അതിനനുസരിച്ചിട്ട് ഭവതി സാ ശ്രദ്ധ, ആ ശ്രദ്ധ നീ ചോദിച്ചില്ലേ ഒരു ദൃഢമായ വിശ്വാസം. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, ത്രിവിധ ഭവതി, ത്രിവിധ ഭവതി, 3 വിധത്തിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഗുണഘടന അനുസരിച്ചാണ് ശ്രദ്ധ. ഒരാളുടെ ഗുണഘടന അനുസരിച്ചാണ് അയാളുടെ ശ്രദ്ധ. അപ്പൊ ഗുണഘടനയും ശ്രദ്ധയും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. അപ്പൊ ഗുണത്തിനനുസരിച്ചിട്ട് ശ്രദ്ധയുടെ തലവും മാറി മാറി വരും. ഇപ്പൊ തമോ ഗുണമുള്ള ആളുടെ ശ്രദ്ധയല്ല രജോ ഗുണമുള്ള ആളുടെ ശ്രദ്ധ, അതല്ല സത്വഗുണമുള്ള ആളുടെ ശ്രദ്ധ. അപ്പം ഗുണത്തിനനുസരിച്ചിട്ട് ശ്രദ്ധയുടെ തലവും മാറി വരും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു വിശ്വാസം, ഭഗവാനോടുള്ള ഭക്തി വിശ്വാസം. അപ്പൊ ഓരോ ഗുണവും പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മള് എന്താ ഉണ്ടാവുന്നത്, ഗുണത്രയ വിഭാഗ യോഗത്തില് നമ്മൾ ഇതാ കാണുന്നത്. അതായത് നമ്മുടെ ശ്രദ്ധ ഏത് വിധത്തിലാണോ അതിനനുസരിച്ചാണ് നമുക്ക് ഫലം ലഭിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും നല്ലത് ചെയ്താൽ നല്ലതേ വരൂ അല്ലെ, ചീത്ത ചെയ്താൽ ചീത്തതേ വരൂ. അപ്പം ഒരാളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ കർമ്മത്തിനനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ഫലങ്ങള്. നമ്മൾ നല്ല കർമ്മങ്ങളാണോ ചെയ്യുന്നത് ഉറപ്പായിട്ടും നല്ലതേ നമുക്ക് വരൂ. നമ്മൾ മോശം കർമ്മം ചെയ്തിട്ട് നമുക്ക് നല്ലത് വരണം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? കർമ്മഫലം അനുഭവിച്ചല്ലേ തീരുള്ളൂ. അപ്പം ഈ ശ്രദ്ധയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. എങ്ങനെയാണോ നമ്മളുടെ സ്വഭാവം അതിനനുസരിച്ചാണ് ശ്രദ്ധ. നല്ല സ്വഭാവമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സത്യശാസ്ത്രങ്ങളിലൊക്കെ ഉള്ള അറിവ് വളർത്താനുള്ള ആഗ്രഹവും കൂടും. നമ്മളുടെ സ്വഭാവം അത്രയ്ക്ക് മുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രങ്ങളൊക്കെ വിരുദ്ധങ്ങളായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് എന്നാണ് ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തില് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കണത്. എന്നിട്ട് രണ്ടാമത്തെ ശ്ലോകം അതിലത്തെ സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷ യോ യത് ശ്രദ്ധ സ ഏവ സഹ. അല്ലയോ അർജുന, സർവസ്യ ഈ ലോകത്തിലുള്ള സകലർക്കും ശ്രദ്ധ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള വിശ്വാസം, ദൃഢവിശ്വാസം എന്നത് സത്വാനുരൂപ എന്ന് ആദ്യത്തെ പറഞ്ഞു. അവരെന്താണോ അനുഭവിച്ചത്, അവർക്ക് ഏത് രീതിയിലാണോ വിശ്വസിക്കാൻ തോന്നുന്നത് അതൊരു ഉണ്മയായിട്ട് അവരനുഭവിക്കുന്നു. അപ്പോ ഈ ലോകത്തിലുള്ള ഓരോരുത്തരും സകലരും ഏത് കാര്യത്തിലാണ് അവരുടെ വിശ്വാസം അതിനനുസരിച്ച് അവർക്ക് അനുഭവങ്ങളും ഉണ്ടാവുന്നു. എന്താണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് അനുഭവങ്ങൾ ഉണ്ടാവുന്നു. അതൊരു സത്യമായിട്ട് അവർക്ക് വന്നു ചേരുന്നു. അതുകൊണ്ടാണ് സത്യാനുരൂപ. അവർ വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ നിൽക്കുകയാണ്. ഈ സത്യത്തെ, സത്യം എന്നാൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരാളും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ, ഈശ്വരനെ കുറിച്ച്, ഈശ്വരന്റെ അഭാവത്തെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, ഇതിന്റെ തുടക്കം എന്താണ്, ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്ത. അപ്പൊ ഈ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാവും. എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ടുള്ള ചിന്തയിലായിരിക്കും. അപ്പോ അയാളുടെ പ്രകൃതിയുള്ള സ്വഭാവം അനുസരിച്ചിട്ട്, പ്രകൃതി അയാൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം അനുസരിച്ച് ഇതിൽ നിന്നൊരു വിശ്വാസം രൂപപ്പെട്ടു വരും. അതായത് മനസ്സിൽ സ്വന്തമുള്ള സ്വഭാവം, ആ സ്വഭാവത്തിന്ന് ഒരു വിശ്വാസം രൂപപ്പെട്ടു വരും. അതെന്ത് വിശ്വാസം വേണമെങ്കിൽ ആവാട്ടോ, വിശ്വാസം ആവാം അവിശ്വാസം ആവാം. അപ്പൊ ആ രൂപപ്പെട്ടു വരുന്ന ആ വിശ്വാസം അതെങ്ങനെ അടിയുറച്ചിരിക്കും, ആ വിശ്വാസം അവനിൽ അടിയുറച്ചിരിക്കും. അതാണ് ഇവിടെ സത്വാനുരൂപ എന്ന് പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരും
അയാളുടെ പ്രകൃത്യാ ഉള്ള സ്വഭാവത്തിനനുസരിച്ച് ഒരു വിശ്വാസം അയാളിൽ രൂപപ്പെട്ടു വരും. അത് വളരെ ദൃഢമായിട്ട് അടിയുറച്ചിരിക്കും ചെയ്യും. അങ്ങനെ ഭവതി സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസം എന്താണോ, അയം പുരുഷ, നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവാത്മസ്വരൂപം ആ വിശ്വാസത്തെ ദൃഢമാക്കി കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ഒരാളുണ്ട് അല്ലെ. അപ്പൊ ആ ആള് നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച്, നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് അതിനെ ദൃഢപ്പെടുത്തി കൊടുക്കുന്നു. ശ്രദ്ധാമയ എന്നിവിടെ പറയുന്നുണ്ട്. ഈ ജീവാത്മാവ് അതിനനുസരിച്ച് അവർക്ക് അത് എങ്ങനെ തന്നെ എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അനുഭവിക്കപ്പെടുന്നു. അങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാവാം. നീ ഇങ്ങനെ ചിന്തിച്ചാ, ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെ നല്ലതേ വരുള്ളൂ. അപ്പൊ അതിനെ ഇങ്ങനെ അടി ഉറപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഇവിടെ വേറൊരു സഹ ഏവ, അതാണ് ഞാൻ വെച്ചത്. അതായത് താൻ തന്നെ ആയിട്ട് ഭവിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതൊരു കടങ്കഥ പോലെ നമുക്ക് തോന്നാം. അതായത് നമ്മുടെ ജീവാത്മാവിനെ പറ്റി പറയണത്, ജീവാത്മാവ് വെള്ളം പോലെ ഒരു വട്ടമുള്ള പാത്രത്തിലാ വെച്ചാ ആ വെള്ളത്തിന് വട്ടല്ലേ, വൃത്താകൃതിയല്ലേ ഉണ്ടാവുക. അതൊരു ചതുരപാത്രത്തിലേക്ക് ഒഴിച്ചാലോ ചതുരാകൃതിയാണെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ ജീവാത്മാവ് പ്രകൃതിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ പ്രകൃത്യാ ഉള്ള സ്വഭാവത്തിൽ നിന്ന് എന്താണോ ഉണ്മയായിട്ട് സത്യമായിട്ട് തോന്നുന്നത് അത് തന്നെയാണ് എന്ന് ജീവാത്മാവ് വിശ്വസിക്കുന്നു. കുറച്ച് ഭഗവാൻ എന്താ പറയാ, നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അർജുനനെ. അതായത് പ്രകൃതിയോടാണ് ജീവാത്മാവ് ഒട്ടി നിൽക്കുന്നത്. അപ്പൊ പ്രകൃത്യാ ഉള്ള സ്വഭാവത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് ജീവാത്മാവ് മനസ്സിലാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ഉണ്മയായിട്ട് എന്താണോ തോന്നുന്നത് അതാണ് സത്യം എന്ന് ജീവാത്മാവും വിശ്വസിക്കുന്നു. അപ്പൊ ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ചില ആൾക്കാര് എന്തുകൊണ്ടാ ഈശ്വരവിശ്വാസികളായിട്ട്, എന്തുകൊണ്ടാ നിരീശ്വരവാദികളായിട്ട്, ഇതിന് രണ്ടിനും ആർക്കും ഉത്തരമില്ല അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ആയി, അത്ര മാത്രമേ അറിയുള്ളൂ. ഞാൻ ജനിച്ചപ്പോ തൊട്ട് എൻ്റെ അമ്മ എന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. എനിക്ക് ഭഗവാനിലുള്ള വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പാണ് ഭഗവാൻ തന്നെ നന്മ ചെയ്യാനുള്ളൂ എന്നൊക്കെ നമ്മൾ ആ വിശ്വാസത്തോടെ വളർന്നു വന്നു. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തോടെ വളർന്നു വരുമ്പോ നമ്മളൊരു ഈശ്വര വിശ്വാസിയായി. പക്ഷെ ചില ആൾക്കാർ പറയും, ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ആരുമില്ല കേട്ടോ, അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഞാനാണ് ചെയ്തത്, ഞാൻ ചെയ്തു, എനിക്ക് അതിന്റെ ഫലം ഉണ്ടായി, ഞാനാണ് എല്ലാത്തിലും വലുത്, എൻ്റെ കാര്യം ഞാനാണ്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തു. ആരും ആലോചിക്കണില്ല ആ കഴിവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പൊതിഞ്ഞതായതുകൊണ്ടാണ് അതിന്റെ റിസൾട്ട് നന്നായത് എന്ന് ആരും ശ്രദ്ധിക്കില്ല. ഒരു കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടി പോയി, ഫുള്ള് പഠിച്ചു, 100% പഠിച്ചു, ഇനി ഒന്നുമില്ല റിവിഷൻ ചെയ്യാൻ, മുഴുവൻ പഠിച്ചു പോയി. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ ഭയങ്കര സന്തോഷായി. ഇത്ര ഈസി ക്വസ്റ്റ്യൻ പേപ്പറോ, മുഴുവൻ മാർക്ക് വാങ്ങി തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇട്ടു, എഴുതാൻ പേന എടുത്തു, എഴുതാൻ നോക്കുമ്പോ ഓർമ്മയില്ല. പഠിച്ച ഒരു കാര്യം പോലും കുട്ടിയുടെ തലയിലേക്ക് വെളിവായി വരുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ പഠിച്ചു, ഇന്ന് രാവിലെ അമ്മ ചോദ്യം ചോദിച്ചു, എല്ലാത്തിനും ഉത്തരം പറഞ്ഞു, ഒന്നും ഉത്തരം കിട്ടണില്ല. ആ ഓർമ്മയാണ് ഈശ്വരാനുഗ്രഹം. ആ ഒരു ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടും എത്ര ചെയ്തിട്ടും എത്ര എന്താക്കിയിട്ടും കാര്യമില്ല. പക്ഷെ എന്നാ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുണ്ടോ? അവര് നിരീശ്വരവാദികളായിട്ട് തന്നെയല്ലേ ഇരിക്കണത്. അപ്പം ഈശ്വരവിശ്വാസിക്കാണെങ്കിൽ ആ വിശ്വാസത്തെ ദൃഢീകരിക്കുന്ന രീതിയിലാണ് അയാളുടെ അനുഭവം മുഴുവൻ ഉണ്ടാവുക. ഇന്ന് രാവിലെ എൻ്റെ ഒരു ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ പറയാണ്, ഞാൻ ബാങ്ക് പോയി ഗംഗേ, അപ്പോ എനിക്ക് ആ ആളെ തന്നെ കാണണം, രാജേഷ് എന്നിട്ട പേര്, അയാളെ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. പെട്ടെന്ന് ആരോ വന്ന് പറയാത്രേ, ആ രാജേഷ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് വരുന്ന, നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ. ഞാൻ ഒരാളെ വിളിച്ചു പോലും ഇല്ല, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് എന്നെ മനസ്സിലാക്കി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറയണ, കണ്ടോ ഭഗവാന്റെ ഒരു കളി, ഞാൻ അവിടെ അല്ലാന്നുണ്ടെങ്കിൽ വട്ടം തിരിഞ്ഞ് നടന്നിരുന്നു. ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ വലിയ ബ്രാഞ്ചൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ.
അപ്പൊ ഓരോ കാര്യത്തിനെയും നമ്മൾ കണക്ട് ചെയ്യും. ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സാധിച്ചു കിട്ടിയത്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് വേഗം ആ സ്ഥലത്ത് എത്താൻ പറ്റിയത്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ഒരു ഓട്ടോ കിട്ടിയാലും പറയും സ്വാമി സന്തോഷം സന്തോഷം എന്നുവെച്ചാ നമ്മളെല്ലാത്തിനെയും കണക്ട് ചെയ്യും. ഇതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണത്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ നമ്മള് എല്ലാം ഭഗവാനാണ് രക്ഷിച്ചത്, ഭഗവാനാണ് സഹായിച്ചത്, അങ്ങനെ വിശ്വസിക്കുമ്പോ എന്താണ്, അത് തന്നെയാണ് സത്യം. ഭഗവാൻ രക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എത്തിയത്, ഭഗവാൻ തന്നെയാണ്. അതേസമയം ഒരു നിരീശ്വരവാദിയാണെങ്കിലോ അയാൾക്ക് ഈശ്വരന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല അല്ലെ. അപ്പൊ അയാൾ പറയും ഈ കാണുന്ന ലോകം കല്ല് മണ്ണ് എന്താ പറയാ വലിയ കെട്ടിടങ്ങള് ഇതൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഈ ഈശ്വരനെ എന്തിനാ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഈശ്വരന്റെ സാന്നിധ്യം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണത്? ഇതിനിടയിൽ ഈശ്വരൻ എവിടെയാ ഉള്ളത്? അപ്പൊ വെറുതെ ഇങ്ങനെ മൂഢത്വം പറയാണ്. അടുപ്പും അറിവും ഒക്കെ ഉള്ള ആൾക്കാരാത്ര. എന്നിട്ട് അവരെന്തൊരു വിഡ്ഢിത്തരാ പറയണ നോക്കൂ. ഈശ്വരൻ സാധിപ്പിച്ചു എന്ന്. ഏത് ഈശ്വരൻ? നമ്മുടെ കഴിവുകൊണ്ട്, ഞാൻ പഠിച്ചോണ്ട് എനിക്ക് മാർക്ക് കിട്ടി, ഞാൻ അധ്വാനിച്ചോണ്ട് എനിക്ക് ജോലി കിട്ടി, ഞാൻ അധ്വാനിച്ചോണ്ട് എൻ്റെ ജീവിതം നന്നായി, എനിക്ക് എവിടുന്ന ഈ ഒരു ധൈര്യം, ഒരു ശക്തി, ഒരു അനുഗ്രഹം കിട്ടിയത്? ആലോചിക്കില്ല. അതില്ല, നിരീശ്വരവാദിക്ക് അതില്ല. അപ്പൊ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ അങ്ങനത്തെ ആയിരിക്കും. ഇപ്പൊ ഈശ്വരവിശ്വാസിക്ക് കിട്ടുന്ന അനുഭവങ്ങളും നിരീശ്വരവാദിക്ക് കിട്ടുന്ന അനുഭവങ്ങളും അവരുടെ ഉള്ളിലെ ജീവാത്മാവ് അവരോട് പറയും അതാണ് ശരി. ഇവിടെ ഈശ്വരവിശ്വാസിനോട് ജീവാത്മാവ് പറയും ഇതാണ് ശരി, അതെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അവിടെ നിരീശ്വരവാദിനോട് പറയും അല്ല, നീ പറയണതാണ് ശരി എന്ന് ജീവാത്മാവ് പറയും. അപ്പൊ അവന് അത് തന്നെയാണ് ശരിയും തോന്നും. അപ്പൊ ഈശ്വരവിശ്വാസി പറയും ദൈവമേ എങ്ങനെയാ ഒരാൾക്ക് നിരീശ്വരവാദി ആവാൻ സാധിക്കണത്? എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഇങ്ങനെ അനുഭവപ്പെട്ടോണ്ടിരിക്കണത്. ഇതൊരു ഈശ്വരവിശ്വാസിക്ക് മാത്രമേ അനുഭവപ്പെടുന്നില്ലേ, നിരീശ്വരവാദിക്ക് ഈ അനുഭവം ഇല്ല. പക്ഷെ അവർക്ക് എന്താ തോന്നുക? എന്തുകൊണ്ട് നിരീശ്വരവാദികൾ ഇങ്ങനെ ചിന്തിക്കുന്നു? ദൈവമേ, നേരെ തിരിച്ച് നിരീശ്വരവാദികൾ പറയും ഈ വിവരമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ലേ. എന്ത് വിവരമുള്ളത്? ഇതൊക്കെ പ്രകൃത്യാ ഉള്ളതാണ്, ഇതൊക്കെ ലോകത്തുണ്ടായതാണ്. അതിന് പിന്നെ എവിടെ ഇവരെന്തിനാ ഒരു ഈശ്വരനെ കണക്ട് ചെയ്യണത്? അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ അതാണ് പറഞ്ഞത്. ആരെന്ത് വിശ്വസിക്കുന്നുവോ സഹ ഏവ ശ്രദ്ധ സ ഏവ സഹ ഏവ അവനവൻ എന്താണോ വിശ്വസിക്കുന്നത് അതായിട്ട് മാറുന്നു. അപ്പൊ നമ്മള് നല്ലത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ലത് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫലം കിട്ടും. നമ്മൾ മോശമാണോ വിചാരിക്കുന്നത്, നമ്മൾ തെറ്റായ വഴിയാണോ പോണത്, ആ ഫലം അങ്ങനെയും കിട്ടും. അപ്പോ അനുഭവങ്ങൾ കാണിച്ചു തരാണ് ഭഗവാൻ. ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ, അതായത് ലെസണിൽ 3-ാമത്തെ ശ്ലോകം, പക്ഷെ ഭഗവാൻ പറയുന്നതിൽ 2-ാമത്തെ ശ്ലോകം സത്വാനുരൂപ സർവസ്യ, അതിൽ ഭഗവാൻ പറഞ്ഞു തരാണ് നിങ്ങൾ എടുക്കുന്ന വഴിയാണ് ജീവാത്മാവ് പ്രകൃതിയോട് കൂടി ചേർന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ ആരാണത് തീരുമാനിക്കേണ്ടത്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ പറയാണ് ഈശ്വരന്റെ കൂടെ ജീവാത്മാവ് പ്രകൃതിയുമായി ഒട്ടൽ അധികം വേണ്ട, നമുക്ക് ഒട്ടൽ വേണ്ടത് ഈശ്വരന്റെ അടുത്തേക്കാണെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവാത്മാവ് പറയാ ശരിയാണ്, ഒട്ടൽ അങ്ങടല്ല, പ്രകൃതിയിലേക്കല്ല അധികം കൊടുക്കേണ്ടത്, ഭഗവാനിലേക്കാണ്. എന്നാൽ നമുക്ക് നല്ല വഴിയിൽ കൂടി പോവാം, നമുക്ക് ശാസ്ത്രങ്ങളൊക്കെ അനുസരിക്കാം, നമുക്ക് ആ വഴിയിൽ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താം. അപ്പൊ അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയണത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ വിധത്തിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. ഈ ഒരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി. ഹരി ഓം. ഹരി ഓം. നമ്മുടെ ഗംഗാറക്ക വളരെ നല്ല രീതിയിൽ ഈ 3 ശ്ലോകങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ 3 ശ്രദ്ധാത്രയ 3 ഗുണങ്ങളും കൊണ്ടുവന്ന് എങ്ങനെ വിജയത്തിലേക്ക് നീങ്ങണമെന്ന് പറഞ്ഞു തന്നു. വളരെ നന്ദിയൊക്കെ.
ആർക്കെങ്കിലും കൂടുതലായിട്ട് ഇതിൽ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. ഹരി ഓം അണ്ണ, ഹരി ഓം സിന്ധു അക്ക, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 16-ാമത്തെ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞിരുന്നു എന്താണ്? തസ്മാ ശാസ്ത്രം പ്രമാണം തേ. അത് അപ്പം ഭഗവാൻ അവസാനം അതിൽ പറഞ്ഞത് അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഭഗവാന്റെ നിശ്വാസവായുവിൽ നിന്നും ഋഷിമാര് അതിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് വേദങ്ങൾ എന്നാണ് പറയുന്നത്. ആ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അതിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ശാസ്ത്ര പ്രമാണം. ഭഗവാൻ കുറെ ശാസ്ത്രങ്ങൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു സാത്വികനായി ജീവിക്കണം, എങ്ങനെ ആയിരിക്കും ഒരു രജോ ഗുണം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ നേടാം എന്നെല്ലാം ഈ ശാസ്ത്രങ്ങളിൽ, വേദശാസ്ത്രങ്ങളില് ഭഗവാൻ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. നമ്മള് അതെല്ലാം പഠിക്കുമ്പോൾ അത് ഭാഗവതം ശരിക്കും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കോ അല്ലെ ഗീത പഠിച്ചിട്ടുള്ള ഭാഗവതത്തില് എന്താണ് ഏകാദശ സ്കന്ധത്തില് ഉദ്ധവരുടെ 21 ചോദ്യങ്ങൾക്ക് ഉത്തരം ഭഗവാൻ പറയുന്നുണ്ട്. അതിനകത്ത് 3/4 തത്വചിന്തകൾ ഭഗവാന്റേതായത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മള് യോഗസൂത്രത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവം ഇങ്ങനെ വ്യത്യസ്തമായിട്ട്, ഈശ്വരനാണ്, എല്ലാ ആത്മാവ് ഈശ്വരൻ ഒന്ന് തന്നെയാണ്, പക്ഷെ വ്യത്യസ്ത സ്വഭാവത്തിലാണ്. നമ്മളുടെ ത്രിഗുണങ്ങളോട് കൂടിയാണ് നമ്മളുടെ എല്ലാവരെയും വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് അത് വ്യക്തമായിട്ടും ഇതിനകത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലെ യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 3 തരത്തിലുള്ള ഇതുകൊണ്ട് പരിണാമം സംഭവിക്കുന്നു. എന്താണ്? കർമ്മം, സ്ഥാനം, കാലം. അപ്പൊ നമ്മളിപ്പം ജനിച്ച് ഇങ്ങോട്ട് വീഴുന്ന നമ്മളൊരു 50 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പ് ജീവിച്ച ഒരു സംസ്കാരത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ആ സംസ്കാരം മാറിയപ്പോൾ നമ്മൾ ആ സംസ്കാരത്തിനനുസരിച്ച് പരിണാമം ഉണ്ടായി, കാലത്തിനനുസരിച്ച് പരിണാമം ഉണ്ടായി, ആ സ്ഥാനത്തിനനുസരിച്ചും പരിണാമമുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് വിദേശത്ത് പോയി ഒരാൾ ജീവിക്കുന്നു, അപ്പൊ ഇവിടുത്തെ ആ കൾച്ചറോ ഇവിടുത്തെ പിന്നെ എന്താണ് ഇതനുസരിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ പരിണാമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെയാണ് സാത്വികനാകുന്നത് അല്ലെങ്കിൽ രജോ ഗുണത്തിന്റെ ഉടമസ്ഥനാകുന്നതിന് എല്ലാത്തിന്റെയും പിന്നിലൊരു രഹസ്യമുണ്ട്. നമ്മള് അക്ക പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഈ ജന്മത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം, ആ കർമ്മഫലത്തിന്റെ വാസനകൾ നമ്മുടെ ശരീരം വിട്ട് പോകുമ്പോൾ, ഈ ജഡശരീരം വിട്ടു പോകുമ്പോൾ ആത്മാവിൽ അതിന്റെ എന്താണ് വാസനകളെയും കൊണ്ട് ആണ്, ആ സംസ്കാരവും കൊണ്ടാണ് നമ്മൾ ഈ ആത്മാവ് പോകുന്നത് എന്ന് നമുക്ക് തെളിയിച്ചു തരാൻ പ്രയാസമാണ്. നമ്മൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന, ഋഷിമാര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എന്താണ് വിശ്വസിക്കുക. അത് പിന്നെ ജനറ്റിക്സ് പ്രകാരമാണെങ്കിലും നമ്മളിത് കണ്ടുവരുന്നതാണ്. ഒരാളിന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് ജനറ്റിക്സ് ആവാം, പിന്നെ അതിനെ പരിണാമം എന്ന് പറയാം. അപ്പൊ നമ്മൾ ആ ജന്മം കഴിഞ്ഞു പോയിപ്പോൾ ഈ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് ആ സംസ്കാരം എവിടെ എത്തിച്ചേർന്നോ അതുപോലെയുള്ള ഒരു ശരീരത്തെയാണ് നമ്മൾ വീണ്ടും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകുന്നത്. അപ്പൊ അങ്ങനെ അടുത്ത ജന്മം വരുമ്പോഴും ഈ സംസ്കാരം പിന്നെ അവരുടെ അന്തഃകരണത്തില് ഉണ്ട്. അപ്പൊ അവരറിയാതെ തന്നെ നമ്മള് സമൂഹത്തിൽ നിന്നും കിട്ടാതെ തന്നെ സ്വയമേ അവരില് ആ സ്വഭാവ സവിശേഷത കാണിക്കും. ഒന്നി സാത്വികം അല്ലേ രാജസ്യം അല്ലെ, അങ്ങനെ ഈ ത്രിഗുണ സ്വഭാവങ്ങളെ അവര് കാണിക്കും. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് പറ്റും. എങ്ങനെ പറ്റുമെന്ന് വെച്ചാല് ക്രമേണയുള്ള ഇതുപോലെയുള്ള പിന്നെ സ്വാധ്യായം കൊണ്ട്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പുരാണ ഇതിഹാസങ്ങളും വേദങ്ങളൊക്കെ പഠിച്ച്
അതിലെ അറിവ് നേടാൻ ആ സ്വാധ്യായം നടക്കണമെങ്കിൽ നമുക്ക് നല്ല സത്സംഗങ്ങൾ ഉണ്ടാവണം. അപ്പൊ ആ സത്സംഗങ്ങൾ ഉണ്ടായിട്ട് ക്രമേണ അവരിലെ രജോ ഗുണത്തെ നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് അവരെ സാത്വികത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ബൈ ബർത്ത് ഇറ്റ് സെൽഫ് they have these രജോ ഗുണം ആൻഡ് ഈ സ്വഭാവ സവിശേഷതകൾ അവരിലുണ്ട്. ശാസ്ത്രം അതിനെ ജനറ്റിക്സ് എന്ന് പറയും. ജനറ്റിക് മോട്ടിവേഷൻ എന്നോ ഒക്കെ പറയും. സംസ്കാരം, അതിന് നമ്മൾ ഇവിടെ സംസ്കാരം എന്ന് പറയും. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നല്ല പ്രയാസം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കുറെ കാലം ഇതിനൊക്കെ ചുരി വന്നിരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പൊ നമ്മുടെ ആത്മീയതയ്ക്ക് കുറെ ഉണർവ് വന്ന സമയമായതുകൊണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തി കുറെ പേര് നമ്മൾ ഇതിനെയൊക്കെ സ്വാധ്യായത്തിലൂടെ നന്നാക്കി എടുത്താൽ കുറെ പേര് ഈ രജോ ഗുണത്തിൽ നിന്നും സാത്വികത്തിലേക്ക് ക്രമേണ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് പറ്റിയ ഒരു ഉപാധി, നല്ലൊരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇപ്പൊ ഈ SPYSS നടത്തുന്ന ഈ യോഗ ക്ലാസ്സുകളും ഈ ആധ്യാത്മിക ക്ലാസ്സുകളും. കുറച്ചു പേരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും ഓർക്കും, ഞാൻ ഇന്നത് ചെയ്താൽ വരും ജന്മം പോലും എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ കുട്ടികൾക്ക് പോലും സ്വസ്ഥതയില്ല. നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് നമ്മുടെ മക്കള്. അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മുടെ മക്കളും അനുഭവിക്കും. അപ്പം ഒരു ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്ന ആള് വളരെ ശ്രദ്ധിച്ചു മാത്രം ജീവിക്കേണ്ട ഒരു അവസ്ഥയിലുള്ളവരാണ് ഗൃഹസ്ഥാശ്രമന്മാർ. അങ്ങനെ ഈ സംസ്കാരവും പരിണാമവും ബന്ധപ്പെടുത്തിയാണ് ഇതിന് പോകുന്നത്. സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഹരിയും അവസരം തന്നെ. ഹരിയും നന്ദി, നമസ്കാരം. ഹരി ഓം. അഡീഷണൽ എക്സ്പ്ലനേഷൻ പറഞ്ഞ രാജമ്മക്ക് നന്ദി. ഇന്ന് ശ്രദ്ധാത്രയ വിഭാഗയോഗം ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ അധ്യയനം ചെയ്തു. ഇന്ന് ധ്യാന ശ്ലോകം ചെയ്ത വിമല അക്ക, അതുപോലെ ഇൻട്രൊഡക്ഷൻ നടത്തിയ രമ അക്ക, ചാൻഡിങ് ഗൈഡൻസ് ചെയ്ത ജയശ്രീ കെ അക്ക, റെപ്പിറ്റേഷൻ ചെയ്ത സരസ്വതി ആർ അക്ക, അതുപോലെ എക്സ്പ്ലനേഷൻ ചെയ്ത ഗംഗാർ അക്ക, രാജമ്മ അക്ക, ഇവർക്ക് എല്ലാവർക്കും SPYSSന്റെയും എന്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരസ്തുതി. ഓം യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോർധ്രുവ നീതിർമധർമ്മമ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖവാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.